ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്ത്യ ഇന്ന് ജിയോ പൊളിറ്റിക്സിൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലമായിട്ട് വളരെ അധികം സങ്കീർണതകൾ നേരിടുന്ന വലിയൊരു കാലഘട്ടമാണ്. നമ്മൾ കുറേ പുറകോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര സുഖകരമല്ലായിരുന്നെങ്കിൽ തന്നെയും നമുക്ക് ചൈനയിൽ നിന്നും അത്ര കാര്യമാത്രമായിട്ടുള്ള ഒരു ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് എതിർപ്പുകൾ നമുക്ക് നേരിടേണ്ടി വന്നില്ല. ചൈന നമ്മളുടെ ശത്രു തന്നെയായിരുന്നു. കാരണം നമ്മളുടെ വളർച്ചയെ തീർച്ചയായിട്ടും കാണുവാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഏത് വിധേനയും തടസ്സം നിൽക്കുവാൻ താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന ഒരു വൻ ശക്തി തന്നെയാണ് ചൈന. ഇപ്പോഴായാലും നമുക്കറിയാം, പണ്ട് അതുപോലെ യുദ്ധം നടന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ മൊറോർലെസ് നേരിട്ട് വലിയ ക്ലാഷുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ തന്നെയും പരസ്പരം പിന്നെ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഒന്നും ഇല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ. വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദശാബ്ദങ്ങളിലെ ഒരു കാലഘട്ടമായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മളുടെ. പക്ഷേ പാകിസ്ഥാൻ നമുക്ക് അന്നും ഇന്നും എല്ലാം നമ്മളുടെ ഒരു തീര എന്താണ് ഒരിക്കലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പണ്ട് നേരിട്ട ഒരു സ്ട്രാറ്റജിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു വൺ ഫ്രണ്ട് വാർ ആയിരുന്നു. പാകിസ്ഥാന് മാത്രമേ നമ്മളെ ആക്രമിക്കാൻ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരത്തുള്ളൂ എന്നുള്ളൊരു നിലപാടായിരുന്നു നമ്മളുടെ തന്ത്രപരമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഒന്നര പതിറ്റാണ്ടിൻ്റെ ഒരു കാലയളവ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. ഇന്ത്യക്കിപ്പോൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല, ചൈനയിൽ നിന്നും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും. ഇത് മൂന്നും നമ്മുടെ അതിർത്തി രാജ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന അല്പം സൈസുള്ള ചൈന വലിയ രാജ്യമാണ്. പാകിസ്ഥാനും ഇപ്പം നമ്മുടെ അത്ര ഇല്ലെങ്കിൽ തന്നെയും വലിയൊരു രാജ്യം തന്നെയാണ്. ബംഗ്ലാദേശും ഒട്ടും മോശമല്ലാത്ത ഒരു രാജ്യം തന്നെയാണ്. അപ്പം ഇതിനകത്തിലെ ബിഗ് ബ്രദർ എന്ന് പറയുന്നത് ചൈനയാണ്. ഈ ബിഗ് ബ്രദർ ഈ രണ്ട് മുസ്ലിം രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ പിന്നെ സമാധാനപരമായിട്ടുള്ള നിലനിൽപ്പിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ അസ്ഥിരത ഉണ്ടാക്കുക, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഒരു രാജ്യം ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് അതിൻ്റെ ഊർജവും സമയവും വിഭവങ്ങളും ഒന്നും അതിൻ്റെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്പദ് മേഖലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുപോലുള്ളൊരു പ്രശ്നത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ് ചൈനയ്ക്കുള്ളത്. അപ്പോൾ ചൈന അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച അവർക്ക് അസൂയാവഹമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പോക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഇങ്ങനെ അവരെ വളഞ്ഞ് ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ശ്രീലങ്കയൊക്കെ തന്നെ, അതുപോലെ നേപ്പാൾ താരതമ്യേന വളരെ ഒരു ചെറിയ രാജ്യമാണെങ്കിൽ തന്നെയും ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അവരതിനകത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ചൈനയ്ക്കുള്ളത്. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, അതായത് ചൈനയെ സമ്പദ് വ്യവസ്ഥയുടെ മാത്രമല്ല, തന്ത്രപരമായിട്ട് അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ കോമ്പീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാനും അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ബോർഡറിലായാലും ശരി, ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ നേവൽ ഫോഴ്സിൻ്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലും ശരി, ചൈനയെ വളരെ ഫലവത്തായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്ക് ഇതുവരെ ഡോമിനൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഡോമിനൻസിൻ്റെ ഇക്വേഷനൊക്കെ ചൈന ഇടപെട്ട് മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും അവർ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്, കൂടുതൽ അവരുടെ നേവൽ പവേഴ്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ നേവിയിലും പ്രത്യേകിച്ച് നേവിയിൽ എന്ന് പറയുമ്പോൾ നേവിയിലും മറ്റ് ഫോഴ്സിനെ എല്ലാം തന്നെ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മോഡേണൈസ് ചെയ്യാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. അത് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ചൈനയുടെ പ്രോക്സിയായിട്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനൊക്കെ ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. പ്രോക്സി എന്ന് നമ്മൾ പറയാമല്ലോ സാധാരണ. ഇപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടല്ലോ പ്രോക്സീസ് എന്ന് പറയുന്നത്.
ഇപ്പോൾ പാകിസ്ഥാൻ അടിസ്ഥാനമാക്കി ബേസ് ചെയ്തിട്ട് അവിടുന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ എന്നൊക്കെ പറയുന്ന. അപ്പോൾ അവരൊക്കെ പാകിസ്ഥാൻ്റെ പ്രോക്സീസ് നമ്മൾ വിളിക്കുന്നത് വെച്ചാൽ പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി, എന്നുവെച്ചാൽ അതിൻ്റെ കൺട്രോളിങ് ലിവർ പാകിസ്ഥാൻ്റെ കേന്ദ്ര നേതൃത്വത്തിലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം തന്നെ ചൈനയുടെ പ്രോക്സീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യിപ്പിക്കുവാനും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്രോക്സി വാസും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയ തരത്തിലുള്ള പ്രോക്സീസാക്കി അവരെ രണ്ടുപേരെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഇന്ത്യക്ക് തീർച്ചയായിട്ടും വൺ ഫ്രണ്ട് വാർ പാകിസ്ഥാനായിട്ടുള്ളതൊക്കെ ഇക്വേഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ടു ഫ്രണ്ട് വാർ ചൈനയും പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം മാറിയിട്ട് ഇപ്പം നമുക്ക് ത്രീ ഫ്രണ്ട് വാറിലേക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള കണ്ടീഷൻ മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ബംഗ്ലാദേശിനെയും കൂടെ അതിനകത്തിൽ, പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശിനെയും കൂടെ അതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങളിലെയും കൂടെ ഒരു നെക്സസ് ആയിരിക്കും, ഒരു കോർഡിനേറ്റഡ് എഫേർട്ടായിരിക്കും ഇന്ത്യക്കെതിരെയുള്ള വാർ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൈനയാണ് അവരുടെ ബിഗ് ബ്രദർ, അല്ലെങ്കിൽ പിന്നെ വല്യേട്ടൻ. അപ്പോൾ ചൈനയാണ് അവർക്ക് ആയുധങ്ങളും ധനവും മറ്റുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ ചൈനയുടെ പ്രോക്സീസ് ആയിട്ട് അല്ലെങ്കിൽ കൺട്രോളിങ് ലിവേഴ്സായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ. അപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ മാത്രമല്ല ബംഗ്ലാദേശും ഇപ്പോൾ കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയുമായിട്ട് നമുക്കറിയാം, ഷെയ്ഖ് ഹസീന അവിടുന്ന് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ഈ യൂനുസ് മുഹമ്മദാണ് അവിടുത്തെ ഇന്ററിം ചീഫ് അഡ്വൈസറായിട്ട് വന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിൻ്റെ ബംഗ്ലാദേശ് സന്ദർശനം, വളരെ റീസെൻ്റ് ആയിട്ടുള്ള അടുത്ത സമയത്തുള്ള ഈ സന്ദർശനം, ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയതിന് ശേഷം അത് മാറ്റിവെക്കുകയുണ്ടായി. അതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ ISIയുടെ മേധാവിയൊക്കെ ബംഗ്ലാദേശ് ഈ സിലിഗൂർ കോറിഡോറൊക്കെ സന്ദർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനത്തിന് അല്ലെങ്കിൽ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ അവരെ അവിടുന്ന് ഓടിച്ചു വിട്ടതിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ വസ്ത്ര കയറ്റുമതി രാജ്യമാണ് ബംഗ്ലാദേശ്. അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. ഏകദേശം കഴിഞ്ഞ വർഷം 3800 കോടി ഡോളറിൻ്റെ വസ്ത്രങ്ങൾ ബംഗ്ലാദേശ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം ട്രംപിൻ്റെ ടാരിഫ് കൂടെ വന്നതിന് ശേഷം അത് വലിയൊരു കടുത്ത പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ബംഗ്ലാദേശ് നേരിടുമ്പോഴും, അതുപോലെ തന്നെ ചൈന ടാരിഫ് യുദ്ധം ട്രംപിൻ്റെ അമേരിക്കയുടെ ഭാഗത്ത് നേരിടുമ്പോഴും തീർച്ചയായിട്ടും അത് ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് കൂടുതൽ ഗുണകരമാകും, അല്ലെങ്കിൽ ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ളൊരു വാതായനം അല്ലെങ്കിൽ പോർട്ടൽ, ഓപ്പർച്യൂണിറ്റീസിൻ്റെ അവസരങ്ങളുടെ ഒരു പോർട്ടൽ, ഒരു വാതിൽ തുറന്ന് കിടപ്പുണ്ട് എന്ന് ഈ രാജ്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇന്ത്യ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ സൗഹൃദപരമായിട്ടും ശക്തമായിട്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന വൻ അവസരങ്ങളായിരിക്കും. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീന അവിടുന്ന് പോയതിനു ശേഷം നോബൽ സമ്മാന ജേതാവുമായിട്ടുള്ള മുഹമ്മദ് യൂനുസ് അവിടെ ഭരണത്തിൽ വന്നു. പ്രൈം മിനിസ്റ്ററായിട്ടോ പ്രസിഡന്റായിട്ടൊന്നുമില്ല, ഇന്ററിം ചീഫ് അഡ്വൈസർ എന്നുള്ളൊരു ഡെസിഗ്നേഷനിലാണ്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അന്ന് മുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ കൂടമല്ല അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവർ തീർച്ചയായിട്ടും ഇന്ത്യ അനുകൂല നിലപാടുള്ളൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണ നേതാവായിരുന്നു. അവരുടെ സ്ഥാനഭ്രംശത്തിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ച് ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാം ഇന്ത്യയെ അവരും അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷനായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശത്രുക്കളായിട്ടുള്ള ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷനും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള ചൈനയും പാകിസ്ഥാനും ഒക്കെ എത്രത്തോളം ഇത് ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ കർക്കശമാക്കുവാനോ അല്ലെങ്കിൽ കടുപ്പിക്കാനോ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരോട് അനുകൂലം ആയിട്ട് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. പാകിസ്ഥാനോടും അതുപോലെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അത്ര ബന്ധം സുഖമല്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായതുകൊണ്ട് പാകിസ്ഥാൻ ആ ഒരു അവസരം
ഉപയോഗിച്ച് ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ അണിനിരത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ നേരത്തെ മുതലുള്ള പ്രശ്നമാണ്. ചൈന ആൻഡ് പാകിസ്ഥാൻ, ചൈനയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു വസ്തുത നമ്മളുടെ രാജ്യത്ത് ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ അവർ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളും ടോക്സും ഡയലോഗ്സും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി എക്സ്പേർട്സ് അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പേർട്സ്, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എക്സ്പേർട്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഗവൺമെൻറ്റിനെ അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചൈനയുടെ മേൽക്കുള്ള കൂടുതൽ ആശ്രയത്വം അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായി മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. മിലിറ്ററി ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാലത്തും ചൈനയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പോയതിനു ശേഷം ഇന്ത്യക്ക് ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ടു, ചൈനയ്ക്ക് അത് പൂർണ്ണമായിട്ടും അവർക്കത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ചൈനയുടെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്കണോമിക്കായിട്ടും അതുപോലെ തന്നെ ഡിഫൻസ് പരമായിട്ടും മിലിറ്ററി പരമായിട്ടും ബംഗ്ലാദേശിൽ ഉണ്ട്, മനസ്സിലായല്ലേ. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇന്ത്യക്ക് വലിയൊരു തലവേദന അല്ലെങ്കിൽ ആശങ്ക സൃഷ്ടിക്കുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ISIയുടെ നേതാവ് അല്ലെങ്കിൽ ISIയുടെ ചീഫ് ഒക്കെ തന്നെ ബംഗ്ലാദേശിൽ ജാനുവരി മാസം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സന്ദർശനം വളരെ നമ്മുടെ സിൽവറി കൊറിഡോർ, അതായത് ചിക്കൻ നെക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ആ ഒരു ജിയോഗ്രഫി, ഒരു ജിയോഗ്രഫിയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. അപ്പം ചിക്കൻ നെക്കിനടുത്തുള്ള ഒരു റംഗ്പൂർ ഡിസ്ട്രിക്റ്റ്, അവിടെ ആണ് ഈ ISIയുടെ ചീഫ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ആ വിസിറ്റ് അല്ലെങ്കിൽ ആ സന്ദർശനം നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിസിറ്റ് അവിടെ തന്നെ ഉണ്ടായി എന്നുള്ളത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ എന്തോ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനുള്ള പ്ലാനുണ്ട്. അതിനകത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥകളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ് യൂനുസ് ആയാലും ശരി, അവരുടെ മറ്റ് ഒഫീഷ്യൽസൊക്കെ തന്നെ ആയാലും ശരി, അവർ ചൈനയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം, അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും, ചൈനയുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാക്കുക, വഷളാക്കുക, അത് ആൻറ്റി ഇന്ത്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബംഗ്ലാദേശിനെ ചൈനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പരുത്തി നൂലിൻ്റെ ഇറക്കുമതി കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് നിയന്ത്രണം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് ആഗ്രഹമില്ല, ചൈനയുമായിട്ടാണ് കൂടുതൽ അവർക്ക് അടുക്കാൻ താല്പര്യം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും കൂടുതൽ അടുക്കുന്നൊരു സമയം നമുക്ക് കാണാൻ പറ്റും. അത് ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടയിൽ ബംഗ്ലാദേശിൻ്റെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ആശങ്കയും തലവേദനയും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ തന്നെ തുറമുഖങ്ങളിൽ കൂടിയും വിമാനത്താവളങ്ങളിൽ കൂടിയും ഒക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഷിപ്മെൻറ്റ് ബംഗ്ലാദേശിൻ്റെ പ്രോഡക്ട്സ്, എസ്പെഷ്യലി ടെക്സ്റ്റൈൽസ് മാത്രമല്ല പല പ്രോഡക്ട്സ്, അത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ കൂടിയും ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കൂടിയൊക്കെയാണ് അവർ മറ്റ് പല രാജ്യങ്ങളിലേക്ക് ഈ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ സൗകര്യം നിർത്തി ഇനി അങ്ങനെ അങ്ങ് സൂചിക്കണ്ട. കാരണം അതിന് തൊട്ട് മുന്നേ ഈ മുഹമ്മദ് യൂനുസ് അല്ലെങ്കിൽ യൂനുസ് മുഹമ്മദ് ചൈന സന്ദർശിച്ചപ്പോൾ ഒരു വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ നമ്മുടെ സംസ്ഥാനങ്ങൾ, അതായത് ആസാം, മേഘാലയ, മണിപ്പൂർ ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ സംസ്ഥാനങ്ങൾ അടങ്ങുന്ന വടക്കുകിഴക്കൻ മേഖലയെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ വിപുലീകരണമാക്കി മാറ്റാം എന്ന് യൂനുസ് അവിടെ പോയിട്ട് വീരവാദം മുഴക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ റെസ്പോൺസ്, അല്ലെങ്കിൽ അതിനൊരു മറുപടി എന്ന രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പാക്കിയത്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് സ്റ്റോപ്പാക്കിയപ്പോൾ അതിന് മുന്നേ തന്നെ ഇന്ത്യയുടെ വ്യാപാര മേഖലയിലുള്ള ആൾക്കാരെല്ലാം കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, കാരണം അവരുടെ സാധനങ്ങളൊന്നും അവർക്ക് കൃത്യസമയത്ത്
വിദേശത്തേക്ക് കയറ്റി അയക്കാൻ സാധിക്കുന്നില്ല. കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ചരക്കുകളുടെ സാന്നിധ്യം കാരണം ഈ എയർപോർട്ടിൽ കൂടെയും തുറമുഖങ്ങളിൽ കൂടെയൊന്നും അവർക്ക് ചരക്ക് കൃത്യമായ സമയത്ത് കയറ്റി അയക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ എക്സ്പോർട്ട് ഓർഡേഴ്സ് എല്ലാം നഷ്ടപ്പെടുകയും അവർക്ക് കൂടുതൽ അവരുടെ അവർക്ക് മേൽ കൂടുതൽ പിന്നെ റേറ്റുകളും ഫീസുകളൊക്കെ ഈ പറഞ്ഞ എയർപോർട്ടുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ തുറമുഖങ്ങളൊക്കെ ചുമത്തുകയുണ്ടായി. അപ്പോൾ അത് ബംഗ്ലാദേശിനെ കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുക്കുകയും ഇന്ത്യൻ വ്യവസായികൾക്ക് അല്ലെങ്കിൽ ചരക്ക് കയറ്റുമതി ചെയ്യുന്നവർക്ക് വളരെ മോശമായ ഒരു അനുഭവം നൽകുകയും കൂടെ ചെയ്തൊരു പ്രതിഭാസമാണ് അതിനാണ്. ഇപ്പോൾ അത് നിർത്തിവെച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ വ്യാപാരികൾക്ക് കൂടുതൽ ആശ്വാസം ലഭിച്ചു കാണുമെന്ന് നമ്മൾ കരുതുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ വെളിച്ചത്തിലാണ് യൂനുസിൻ്റെ, അതായത് ബംഗ്ലാദേശിൻ്റെ നേതാവായിട്ടുള്ള ഇന്ററിം ചീഫ് അഡ്വൈസർ യൂനുസിൻ്റെ ഏറ്റവും അടുത്ത ഒരു സഹായിയായിട്ടുള്ള മേജർ ജനറൽ റിട്ടയർഡ് ALM ഫസൂർ റഹ്മാൻ്റെ പ്രസ്താവന വളരെ വിവാദമാകുന്നുണ്ട്. എന്താണ് പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ വടക്കുകിഴക്കൻ മേഖലയിൽ ചൈനയുമായിട്ട് സഹകരിച്ചിട്ട് വടക്കുകിഴക്കൻ മേഖലയെ സ്വന്തമാക്കാം എന്നുള്ളൊരു പ്ലാൻ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പക്ഷേ അത് മുഹമ്മദ് യൂനുസ് പറഞ്ഞത് അത് ബംഗ്ലാദേശിൻ്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് അല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണെന്നാണ്. പക്ഷെ നമുക്കറിയാം വ്യക്തിപരമായി ഇങ്ങനെയൊക്കെ കേൾക്കുന്ന അഭിപ്രായങ്ങൾ എത്രത്തോളം വ്യക്തിപരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മളിതുപോലുള്ള അഭിപ്രായങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ വിദേശകാര്യ സെക്രട്ടറി അംന ബലോച്ച് കഴിഞ്ഞ മാസം ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി സന്ദർശിക്കാൻ ഇരിക്കുകയായിരുന്നു, പക്ഷെ അത് മാറ്റിവെക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ അവർ തമ്മിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വിസിറ്റും റീവിസിറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ബംഗ്ലാദേശിലേക്കും, ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാനിലേക്കും, പാകിസ്ഥാൻ ചൈന, ബംഗ്ലാദേശ് ചൈന. അപ്പം ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലും വെളിച്ചത്തിലും അതിനുശേഷവും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇതുപോലുള്ള സന്ദർശനങ്ങളും തിരിച്ചുള്ള സന്ദർശനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനും ചൈനയുമായും ബംഗ്ലാദേശിൻ്റെ അടുപ്പം മറിച്ചാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ ബംഗ്ലാദേശുമായിട്ട് ചൈനയും പാകിസ്ഥാനും കൂടുതൽ അടുക്കുന്നത്. രണ്ടായിരം ഒന്ന് തന്നെ ഇന്ത്യക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് തന്ത്രപരമായിട്ടുള്ള പല തലവേദനകളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ ഇന്ത്യ ഫലപ്രദമായിട്ട് ക്രിയാത്മകമായിട്ട് നേരിട്ടില്ലെങ്കിൽ ഇന്ത്യയെ നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടികളായിരിക്കും, പ്രത്യാക്രമണങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ചൈനയാണ് അവരുടെ ബിഗ് ബ്രദർ. കാരണം ചൈനയ്ക്കാണ് ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാകുന്നതും. ട്രംപിൻ്റെ താരിഫ് വാറിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സും കച്ചവടവും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത് ചൈനയ്ക്കാണ്. ഈ കച്ചവടങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻസ് ഒക്കെ തന്നെ, ഇപ്പോൾ ആപ്പിൾ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോകുമെന്ന് പറഞ്ഞു. അതുപോലെ അതിൻ്റെ പിറകിൽ ഒന്നൊന്നായിട്ട് പല കോർപ്പറേഷൻസും ചൈനയിൽ ബിസിനസ് ചെയ്ത് അമേരിക്കയിൽ വിറ്റഴിക്കാൻ സാധ്യമാകാത്തതുകൊണ്ട് ഇന്ത്യയിലേക്ക് അവരുടെ ചുവടുവയ്പ്പുകൾ ഉണ്ടാകുമെന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പം തന്നെ ചൈനയിൽ വൻതോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ചൈനയുടെ എക്കോണമി കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ അത് അലോസരപ്പെടുത്തും. അപ്പോൾ ഇന്ത്യ ആ അവസരം ഉപയോഗിച്ച് ഇന്ത്യക്ക് വളരാൻ സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നതുകൊണ്ട് ചൈന ജിയോ പൊളിറ്റിക്കലി ഇന്ത്യക്ക് ഏത് വിധേനയും തടസ്സം ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കും. ആ തടസ്സങ്ങൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇതുപോലുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നുള്ള പ്രോക്സീസിനെ ഉപയോഗിച്ചിട്ടുള്ള അവരെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യുക, ഇന്ത്യക്കകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, ഇന്ത്യയുടെ അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഇന്ത്യയെ ഇതുപോലൊരു സംഘർഷാവസ്ഥയിൽ തളച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാനും എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ എപ്പോഴും ആശങ്കയിൽ ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കാണാം, അല്ലെങ്കിൽ അവരുടെ വിജയം കാണാൻ സാധിക്കും എന്നുള്ളൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതും തീവ്രവാദ പ്രവർത്തനം ഉണ്ടാക്കുന്നതും ബംഗ്ലാദേശിനെ കൂടെ കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതും. അപ്പോൾ ഇത് ഇന്ത്യ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്ക് തൽക്കാലം മിലിറ്ററി ഇന്ത്യ പാകിസ്ഥാൻ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. പക്ഷേ ബംഗ്ലാദേശുമായിട്ട് നമ്മളിപ്പോൾ മറ്റ് സാമ്പത്തികമായിട്ടുള്ള ചില നയപരിപാടികൾ അവർക്ക് പ്രതികൂലമാകുന്ന രീതിയിലുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കാറ്റ് മാറി വീശും.
ഈ അവസ്ഥകൾ മാറും. തീർച്ചയായിട്ടും ഇന്ത്യ ഇത്രയും നാളും നമ്മൾ സ്വാതന്ത്ര്യമായ കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മൾ സഞ്ചരിച്ച പാതയിലൂടെ നമ്മുടെ ഗതിവിഗതികൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ലീഡർഷിപ്പിനെ എല്ലാം പറഞ്ഞത് നമ്മുടെ പിന്നെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക് മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിനെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ, മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ അറിയാം എന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗട്ട്സോ കറേജോ അല്ല ഞാൻ അവിടെ പറയുന്നത്. അതിന് പിന്നിലുള്ള നമ്മളുടെ തന്ത്രപരമായിട്ടുള്ള ഫോറിൻ പോളിസി, ഫോറിൻ അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് ആസ് വെൽ ആസ് നോൺ ഗവൺമെന്റ് ഗവൺമെന്റ് ബ്യൂറോക്രസി നമുക്ക് വേണേൽ പറയാനും, ഈ മേഖലകളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ബ്യൂറോക്രസി, അതുപോലെ തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന് പുറത്തുള്ള തിങ്ക് ടാങ്ക്സ് ആയാലും അഡ്വൈസറി ഗ്രൂപ്പ്സ് ആയാലും സ്ട്രാറ്റജിക് എക്സ്പേർട്സ് ആയാലും അല്ലെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി എക്സ്പേർട്സ് ആയാലും ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു ക്രൈസിസിനെ എങ്ങനെ ഫലപ്രദമായിട്ട് സോൾവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യ അത്ര പെട്ടെന്ന് തളർത്തുവാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ലീഡർഷിപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതുക്കപ്പുറമുള്ള നമ്മുടെ ഒരു സോളിഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്. ഒരു തന്ത്രപരമായിട്ടുള്ള ഫോറിൻ പോളിസി പരമായിട്ടുള്ള നമ്മുടെ മിലിറ്ററി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ. അപ്പം ആ ഒരു തലത്തിൽ നിന്ന് അതിനെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരിടുന്ന ഈ ഒരു ക്രൈസിസിനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പ്രതിസന്ധിയെ തീർച്ചയായിട്ടും വളരെ വൈദഗ്ധ്യത്തോടുകൂടി അതിനെ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇന്ത്യയിലുള്ളതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ പണ്ട് ഇതേപോലെ അവസ്ഥയിലല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 71 ബംഗ്ലാദേശ് വാർ ടൈമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് പേരിന് മാത്രം സോവിയറ്റ് യൂണിയൻ നമ്മുടെ കൂടെ ഉള്ള സമയത്ത് പോലും നമ്മൾ തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായിട്ട് ആ യുദ്ധത്തിൽ ഏർപ്പെട്ട് ബംഗ്ലാദേശിനെ നമ്മൾ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുക കൂടി ചെയ്ത ഒരു ചരിത്രം നമുക്കുണ്ട്. 71 സമയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇന്ന് അതിലും ഒത്തിരി മുന്നോട്ട് യാത്ര ചെയ്ത് വന്നൊരു രാജ്യമാണ്. നമ്മൾ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മിലിറ്ററിയുടെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ ഒത്തിരി വളർച്ചകൾ നേടുകയും ശക്തി പ്രാപിക്കുകയും ഒക്കെ ചെയ്ത രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തേനേക്കാൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പണ്ടില്ലാതിരുന്ന തരത്തിലുള്ള സഹായങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ടും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടാണിത്. കാരണം നമ്മളുടെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയുടെ ആ ഒരു അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പല രാജ്യങ്ങളും ഇന്ത്യയായിട്ട് കൂടുതൽ സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുവാൻ താല്പര്യം കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് പണ്ടത്തേക്കാളെ കൂടുതലായിട്ട് നമുക്കൊരു പക്ഷേ ഇതുപോലുള്ള ക്രൈസിസിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇതൊരു ടെമ്പററി മീൻസ് ഓഫ് ചേഞ്ച് എന്ന് മാത്രമേ, കാരണം പാകിസ്ഥാന് എന്തായാലും ഈ അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലുള്ള കളികൾ തുടരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബംഗ്ലാദേശും ഫേസ് ചെയ്യാൻ പോകുന്ന അവസ്ഥകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. വളരെ ഈ അതിദൂരമൊന്നുമില്ല. ബംഗ്ലാദേശും പാകിസ്ഥാന്റെ അവസ്ഥയിലേക്ക് പോകുവാൻ എത്ര കാലതാമസം എടുക്കുന്നുള്ളവരും നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. എന്നാൽ തന്നെയും ആ രാജ്യങ്ങൾ സ്റ്റേബിൾ അല്ലാത്ത ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ചൈന ഇവരെ ഫലപ്രദമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച് ചൈനയുടെ ലക്ഷ്യങ്ങളെ നേടുക എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയെപ്പോലെ തന്നെ വളരെ ശക്തിമത്തായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള എക്കണോമിക് പവറായിട്ടുള്ള ഇന്ത്യ തീർച്ചയായിട്ടും ഈ ക്രൈസിസിനെയോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അവസരങ്ങളെയോ കൈമോശം വരുത്താതെ തീർച്ചയായിട്ടും വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള എല്ലാ മേഖലകളിലും, ഇക്കണോമിക് ആയാലും മിലിറ്ററി ആയാലും ഡിപ്ലോമാറ്റിക് ആയാലും ഫോറിൻ പോളിസിയുടെ കാര്യത്തിലായാലും സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ഏത് മേഖലയിലായാലും ശരി ഇന്ത്യക്ക് വളരെ ശക്തിമത്തായിട്ടുള്ള സുശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും നിലപാടുകൾ എടുക്കുവാനും മറ്റു രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്
ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ അല്ലെങ്കിൽ ടൈപ്പ് അല്ലെങ്കിൽ ചൈനയുടെ നേതൃത്വത്തിൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്നത് ഇന്ത്യക്ക് അത്ര ഒരു നല്ല ഒരു അവസ്ഥയല്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഏകദേശം എല്ലാ ഇന്ത്യക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷൻ മാറണമെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ ഓൾറെഡി ആഭ്യന്തരമായിട്ട് പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിനെയും തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് അവരെ തന്നെ കൊണ്ടുപോയി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുപോലെ നമ്മളുടെ ഈ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസി റോയും അല്ലെങ്കിൽ IB-യും അല്ലെങ്കിൽ മറ്റ് ഇൻ്റലിജൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല. തീർച്ചയായിട്ടും അവരതിനുവേണ്ടി കരുക്കൾ നീക്കുന്നുണ്ട്. അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ ശക്തിയായിട്ട് ബംഗ്ലാദേശിനെതിരെ തിരിച്ചടിക്കുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഇത് പാകിസ്ഥാൻ എത്രത്തോളം നാശം ഉണ്ടായാൽ അതുപോലെ തന്നെ ബംഗ്ലാദേശും അവരെ തീർച്ചയായിട്ടും ആ പാതയിലേക്ക് നയിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആകേണ്ട എല്ലാ രീതിയിലും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളെപ്പോലുള്ള പൗരന്മാരും മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം തന്നെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരായാലും ശരി, നമ്മുടെ പോളിസി മേക്കേഴ്സ് ആയാലും, നമ്മുടെ മിലിറ്ററി ആയാലും, നമ്മുടെ ഇൻ്റലിജൻസ് ആയാലും, നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആയാലും, നമ്മുടെ എക്സിക്യൂട്ടീവ് ആയാലും, ലെജിസ്ലേച്ചർ ആയാലും, എല്ലാ വിഭാഗവും ഒരുപോലെ തന്നെ അലേർട്ടായിരിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്നുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ ഒരുമിച്ച് നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വി ഹാവ് ടു ബി കെയർഫുൾ. എവിടെയെങ്കിലും നമുക്കൊരു ലാപ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നമുക്ക് ഇനിയും ഉണ്ടാകും, ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. അടുത്ത വീഡിയോയിൽ മറ്റു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ വണ്ടർഫുൾ ഡേ.